ഇത് മഞ്ഞുമല പോലെ തല്ലിമല പോലുള്ള സിനിമ ഒന്നുമല്ല. ഒരു ഇമോഷണൽ ജേണിയാണ്, ഒരു ആക്ടറുടെ ഇമോഷണൽ ജേണിയാണ്, ഒരു ഇമോഷണൽ സിനിമയാണ്. ഇത് ഭയങ്കര തമാശകളുള്ള പടമാണെന്നല്ല, ഒരു ഇമോഷണൽ ജേണി അങ്ങനെ പറയാൻ പറ്റും. കുറച്ച് സീനുള്ളൂ, പക്ഷെ സീനിൽ ചങ്ങൂനെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഒരു എനർജി ആയിരുന്നു. അത് ആ ഒരു ഇതിലല്ല, ബാക്കി ഇവര് മെയിൻ ക്യാരക്ടേഴ്സ് അല്ലാതെ എല്ലാവർക്കും കുറച്ച് സീനുകളാണ് എല്ലാവർക്കും ഉള്ളത്. അതൊക്കെ ആൾക്കാർ തീരുമാനിക്കട്ടെ കുട്ടികൾ വരട്ടെ. ഓരോരുത്തരിങ്ങനെ ചോദിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് അവരൊക്കെ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വന്ന് എല്ലാം കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ്? നമുക്കറിയാം ഒരു ഫാൻ ബോയ് ആണോ ടോവിനോടെ. ഇത്തരത്തിൽ എന്താ ഈ ഒരു കുറച്ച് സമയത്തേ ഉള്ളൂ ഇത്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റാർഡത്തിൽ അഭിരമിച്ച് നടക്കുന്ന ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവർക്കൊരു മെസ്സേജ് കൊടുക്കുന്നതാണ് ഈ സിനിമ. ആർക്കും മെസ്സേജ് ഒന്നുമല്ല, ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. അല്ലാതെ സൂപ്പർ സ്റ്റാറിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ആരും സിനിമ ഉണ്ടാക്കില്ലല്ലോ. അല്ല, സൂപ്പർ സ്റ്റാർസ് എത്ര സൂപ്പർ സ്റ്റാർസ് ഉണ്ട് മലയാളത്തിൽ, അവർ മാത്രം കണ്ടാൽ സിനിമ. അല്ല, അത്തരത്തിൽ എന്തെങ്കിലും റെഫറൻസ് നിന്നാണല്ലോ തിരക്കഥകൾ നമ്മൾ വരുന്നത്. അപ്പോൾ അത്തരം തിരക്കഥ റെഫറൻസ് നിന്നാണോ? ഇതൊരു സൂപ്പർ സ്റ്റാറിന്റെ കഥയാണ്. അത് ഇത് കണ്ടിട്ട് ആരും എല്ലാവരും അയാളെ പോലെ ആവണമെന്നല്ല നമ്മൾ പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ടോവിനോ തുടങ്ങിയിട്ടുള്ള താരനിരകളുടെ കൂടെ അഭിനയിക്കുന്ന ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഫ്രണ്ട്സാണ്, അവരുടെ കൂടെ അഭിനയിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ്. എന്താണ് പ്രേക്ഷകരോട് എന്താ പറയുന്നത്? എല്ലാവരും വന്ന് പടം കാണാം, അതാണ് പറയാനുള്ളത്. ഞാൻ വളരെ ഹാപ്പിയാണ്. ആൾക്കാർ കണ്ടിട്ട് പറയണം എല്ലാവരും മക്കളെ കടത്തി വിടണേ, മക്കളെ ഒന്ന് കടത്തി വിടണേ. ഒരു